ഒരുപക്ഷെ നമ്മൾ ഈ പറയാൻ പോകുന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് സങ്കടമൊക്കെ തോന്നും. അതായത് മാസങ്ങൾക്ക് മുമ്പ് മരിച്ച സ്വന്തം അച്ഛന്റെ ഹൃദയത്തുടിപ്പ് മകൻ അദ്വിക് സ്റ്റെതസ്കോപ്പിലൂടെ കേട്ടപ്പോൾ കണ്ടു നിന്നവർക്കത് വൈകാരികമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി ബിലീഷിന്റെ ഹൃദയമാണ് കണ്ണൂർ പേരാവൂരിലെ ഗ്രേഡ് SI കുമാരനിൽ ഇപ്പോൾ മിടിക്കുന്നത്. കോഴിക്കോട് മൈത്ര ആശുപത്രിയിലാണ് ഇന്നലെ ഹൃദയം തൊടുന്ന ഈ കാഴ്ചയുണ്ടായത്. നമ്മുടെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എത്രമാത്രം പുരോഗമിച്ചു എന്നതിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയൊരു വിജയം അതാണ് സത്യത്തിൽ ഇപ്പം അദ്വിക് കേട്ട ഹൃദയമിടിപ്പ്. താങ്ക് യു ഓൾ. എല്ലാവരോടും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ബിലീഷിൻ്റെ കുടുംബത്തോട് ഒരുപാട് നന്ദി. ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുഹമ്മദ് ഷഹീദാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷഹീദെ, ശരിക്കും എന്ത് പറയണമല്ലേ, ആ കൊച്ചു കുഞ്ഞ് അവൻ ആ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് ആ ഹൃദയമിടിപ്പ് കേട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സങ്കടം തോന്നും. അവൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. പറയുന്നതാണ് ഉണ്ടായത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത വികാരങ്ങളിലൂടെയായിരിക്കും ഒരുപക്ഷെ 5 വയസ്സുകാരനായ അദ്വിക്കും അദ്ദേഹത്തിൻ്റെ അമ്മയും കുടുംബവും ഒക്കെ ഇന്നലെ കടന്നു പോയിട്ടുണ്ടാവുക. കാരണം അദ്വിക്കിൻ്റെ അച്ഛൻ ബിലീഷിൻ്റെ ഹൃദയമാണ് ആ പോലീസ് യൂണിഫോം അണിഞ്ഞിരിക്കുന്ന പേരാവൂരിലെ ഗ്രേഡ് SI കുമാരൻ്റെ ശരീരത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മിടിപ്പാണ് 5 വയസ്സുകാരൻ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് സ്വന്തം മരിച്ചുപോയ അച്ഛൻ്റെ ഹൃദയം മറ്റൊരാളിൽ മിടിക്കുന്നത് മകനും ആ കുടുംബവും ഒക്കെ കേൾക്കുകയാണ്. ആ സമയത്ത് അവരിൽ ഏതു തരത്തിലുള്ള വൈകാരികമായ വേലിയേറ്റങ്ങളാണ് ഉണ്ടാവുക? ഒരുപക്ഷെ സങ്കടവും അതേ ഒപ്പം തന്നെ സന്തോഷവും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പല വികാരങ്ങൾ ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടാകാം. ഏതായാലും കോഴിക്കോട് മൈത്ര ആശുപത്രിയിലായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ആ സർജറി നടന്നു. അത് വിജയകരമായി പൂർത്തിയാക്കി. അത് ബിലീഷിൻ്റെ മരണത്തിന് ശേഷം ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അത് സ്വീകരിക്കുന്നത് പേരാവൂരിലെ ഈ ഗ്രേഡ് SI ആയ കുമാരനാണ്. അത് പണം കണ്ടെത്താൻ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1999 MSP ബാച്ചിലുള്ള ആ സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് 23 ലക്ഷം രൂപ കണ്ടെത്തുന്നു. സർക്കാരിൻ്റെ മെഡിസപ്പ് വഴി കുറച്ച് തുക കണ്ടെത്തുന്നു. ഇപ്പോൾ ആ സർജറി നടത്തിയ ആശുപത്രിയും കുറച്ച് തുക കണ്ടെത്തി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചാണ് ആ സർജറിക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നത്. അങ്ങനെ അത് വിജയകരമായി പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ആ കുടുംബം, അതായത് കുമാരൻ്റെ കുടുംബവും ബിലീഷിൻ്റെ ഹൃദയം നൽകിയ ബിലീഷിൻ്റെ കുടുംബവും ഈ ആശുപത്രിയിൽ, മൈത്ര ആശുപത്രിയിൽ ഒത്തുചേർന്ന് അവിടെ അങ്ങനെ ഒരു സംഗമത്തിനൊരു വേദി ഒരുങ്ങിയത്. അവിടെ വെച്ചാണ് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു മുഹൂർത്തം ആ വിഷ്വലിൽ കണ്ടതുപോലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ബിലീഷിൻ്റെ ഹൃദയം മിടിപ്പ് അവർ കേൾക്കുന്ന സാഹചര്യമുണ്ടായത്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി, കേരളത്തിൽ വളരെ സാക്ഷരരാണ് നമ്മൾ, വലിയ ആധുനിക സമൂഹമാണ് നമുക്ക് പറയുമ്പോഴും ഈ അവയവദാനത്തിന് വലിയ തോതിൽ മുഖംതിരിഞ്ഞ് നിൽക്കുന്നൊരു സമൂഹം കൂടിയാണ് നമ്മുടേത്. അങ്ങനെ ഉള്ളൊരു സമൂഹത്തിൽ കൂടിയാണ് ഇങ്ങനെ മരണപ്പെട്ട ബിലീഷിന്റെ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഒരുപക്ഷെ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. അതോടൊപ്പം തന്നെ അവയവദാനം, ആ കുടുംബം അതിന് തയ്യാറായി എന്നുള്ളത് കൂടിയാണ്. കുമാരൻ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയ്ക്കൊക്കെ കൂടെ നിന്ന് എല്ലാവർക്കും അഭിനന്ദനവും അറിയിക്കുകയാണ്. ആരോഗ്യകരമായി തന്നെ മുന്നോട്ട് പോകട്ടെ ശ്രീ കുമാരൻ. ശരി ഷഹീദ്.